നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപേ തന്നെ പ്രതിപക്ഷ ചോദ്യങ്ങളെ പേടിച്ച് വിറക്കുകയാണ് പിണറായി സർക്കാർ. പ്രതിപക്ഷത്തിന്റെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് മുന്നിലാണ് സർക്കാർ പേടിച്ചു പോയിരിക്കുന്നത്. അതായത് അഴിമതിയിലും തട്ടിപ്പിലും കള്ളക്കടത്തിലുമൊക്കെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള പങ്ക് വെളിപ്പെടുത്തിയതോടെ പണി പാളുമെന്നുറപ്പായ LDF സർക്കാർ 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ചട്ടവിരുദ്ധമായി നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെയും അതുപ്രകാരം സ്പീക്കറുടെയും എല്ലാം നിർദ്ദേശപ്രകാരം നിയമസഭാ സെക്രട്ടേറിയറ്റാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയിൽ നിന്ന് നേരിട്ട് മറുപടി ലഭിക്കേണ്ടുന്ന ചില കിടിലൻ ചോദ്യങ്ങളുണ്ട് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ തയ്യാറാക്കി വച്ചിട്ട്. മുഖ്യമന്ത്രി വെള്ളം കുടിക്കുകയോ ബോധം കെട്ട് വീഴുകയോ ചെയ്യാൻ സാധ്യതയുള്ള ADGP RSS കൂടിക്കാഴ്ച, അതുപോലെ തൃശൂർ പൂരം കലക്കൽ, കാഫീർ സ്ക്രീൻഷോട്ട് വിഷയങ്ങളിലെല്ലാം നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുമായി നൽകിയ 49 നോട്ടീസുകളാണ് സെക്രട്ടേറിയറ്റ് ചട്ടം മാറ്റി മുക്കിയത്. നിയമസഭാ നടപടിച്ചട്ടം 36, സ്പീക്കറുടെ 1-ാം നമ്പർ നിർദ്ദേശം, അതുപോലെ ചോദ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതും അനുവദിക്കുന്നതും സംബന്ധിച്ച മുൻകാല റൂളിങ്ങുകൾ എന്നിവയ്ക്ക് സ്പീക്കറുടെ നിർദ്ദേശങ്ങൾക്കും മുൻകാല റൂളിങ്ങുകൾക്കും വിരുദ്ധമായി നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യ നോട്ടീസുകൾ ചട്ടം 38, 39 എന്നിവ പ്രകാരം പരിശോധിച്ച് പൊതുപ്രാധാന്യം പരിഗണിച്ച് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി അനുവദിക്കണമെന്നും സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഉദ്യോഗസ്ഥരാണ് ഉത്തരവാദികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. 7/10/2024 അതായത് തിങ്കളാഴ്ച സഭയിൽ സത്യവാങ്മൂലം ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള നറുക്കെടുപ്പിൽ K. ബാബു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സനീഷ് കുമാർ ജോസഫ്, AP അനിൽകുമാർ, അതുപോലെ IC ബാലകൃഷ്ണൻ, TV ഇബ്രാഹിം, എൽദോസ് കുന്നപ്പള്ളി എന്നീ MLA-മാർക്ക് യഥാക്രമം 1, 4, 6, 20, 25, 29, 30 നമ്പർ മുൻഗണനകൾ ലഭിച്ചിരുന്നു. എന്നാൽ പ്രസ്തുത സാമാജികർ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായി നോട്ടീസ് നൽകിയ ഈ പറഞ്ഞ ചോദ്യ നോട്ടീസുകളെല്ലാം നിയമസഭാ സെക്രട്ടേറിയറ്റ് ചട്ടവിരുദ്ധമായി നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതിനാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അത്യന്തം ആശങ്ക ഉളവാക്കിയിട്ടുള്ളതും വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും പൊതുപ്രാധാന്യമുള്ളതുമായ വിഷയങ്ങൾക്ക് സഭാതലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും വാങ്മൂലം മറുപടി തേടി വ്യക്തത വരുത്തുന്നതിനുള്ള അവസരം പ്രതിപക്ഷ സാമാജികർക്ക് നിഷേധിച്ചിരിക്കുകയാണ്. അതിനർത്ഥം മുഖ്യമന്ത്രിക്ക് ഇതിനുള്ള ഉത്തരം പറയാൻ കഴിയാതെ ഒളിച്ചോടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഏതായാലും നക്ഷത്ര ചിഹ്നം ഇട്ട ചോദ്യ നോട്ടീസുകളെ നക്ഷത്ര ചിഹ്നം ഇടാത്തതായി മാറ്റുന്നത് പിണറായി വിജയന്റെ ആദ്യ ഒളിച്ചോട്ടമായി കാണുകയാണ് കേരളം.